ഹലോ ഗായ്സ്, നമുക്കിന്ന് പടിഞ്ഞാറ് പോയാലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനീക്കാസ് കിച്ചൻ. ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ ഐഷുവിന് ആദ്യം എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞ് ഞങ്ങൾക്ക് പടിഞ്ഞാറ് പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് പോണേന്ന്. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ് കേട്ടോ. ഉച്ചക്ക് 2:30 ആയേക്കണ്. അപ്പോഴാണ് ഈ പിള്ളേർക്ക് പടിഞ്ഞാറ് പോകാനൊരു പൂതി വന്നത്. എന്നാലും വേണ്ടിയില്ല, നമുക്ക് കാണാമല്ലോ. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളേ. അപ്പോൾ ദേ എല്ലാം നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട്. എന്ത് രസമാണ് ഇവിടെ കാണാനായിട്ട്. വെയിലാണെങ്കിലും ഇങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കുമ്പോൾ അറിയൂല. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമായിരിക്കണ? കഴിഞ്ഞ 26-ാം തീയതി മുതൽ ഞാൻ വളരെ വിഷമത്തിലാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു 4 വർഷത്തോളമായിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു ചാനലാണ് എൻ്റെ നഷ്ടമായി പോയത്. അതെന്ത് കാരണം കൊണ്ടാണെന്ന് ഇതുവരെ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അവര് യൂട്യൂബ് ഇങ്ങനെ പെട്ടെന്നൊരു ഞാൻ 26-ാം തീയതി ഒരു വീഡിയോ ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, വൈക്കി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അപ്പം ഇമെയിൽ വന്നത് നോക്കുമ്പോഴാണ് പറഞ്ഞത് അവര് പെട്ടെന്നാണ് ഇങ്ങനെ, എന്താണ് റീസൺ എന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടിട്ടാണ്. പിന്നെ അപ്പീൽ കൊടുക്കാന്നുള്ളൊരു ഓപ്ഷനും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 തവണ അപ്പീൽ വെച്ച് റിജക്റ്റ് ആയിപ്പോയി. എന്തുകൊണ്ടാണ് ആ ചാനൽ ഇത് ടെർമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് സങ്കടത്തിലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓരോ വീഡിയോസും ഞാൻ എടുക്കണത് അത്രയും വേറൊന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ സാഹചര്യം അത്രയും മോശമാണ്. ഒരു കഷ്ടപ്പെട്ട് ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങി ഓരോ വീഡിയോ ഇട്ട് അത്രയും വ്യൂസ് കയറിയതാണ്. ഷോർട്സ് വീഡിയോ 10 മില്യൺ ആകാനായിട്ട് വെറും ഒരു 6 ലക്ഷം, അതായത് 94 ലക്ഷം ഞാൻ ഒരു 90 ദിവസത്തിനുള്ളിൽ ആക്കി എടുക്കണമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകാനായിട്ടിരിക്കുന്ന ചാനൽ ടെർമിനേറ്റ് ആയത്. അതെന്ത് കാരണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അതുകൊണ്ടിട്ടായിരിക്കാം യൂട്യൂബ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് വലിയ വിഷമമുണ്ട്. സാരമില്ല, എന്ത് ചെയ്യാനാണ്. നമുക്ക് അത്രയും കഷ്ടപ്പെട്ടതിന് ഒരു ഫലമില്ലാത്ത പോലെ ആയിപ്പോയി. എന്നാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ 28,500 ശില്ലാനം സബ്സ്ക്രൈബർ ആക്കാൻ ഞാൻ എത്ര വർഷം എടുക്കേണ്ടി വരും? 4 വർഷം കൊണ്ടാണ് എനിക്ക് അത്രയും സബ്സ്ക്രൈബർ ആയി കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത് അത്രയും ആയിട്ടും എനിക്കൊരു ഫലമില്ലാത്ത പോലെ ആയിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് വിഷമമായിപ്പോയി എൻ്റെ ആ ചാനൽ പോയത് കൊണ്ടിട്ട്. അതേ ഞാനൊരു പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയേക്കണേന്ന്. അപ്പം ഓഗസ്റ്റ് 1 മുതലാണ് ഞാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ഇത്രയും ദിവസം വരെ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറ് പോകണോണ്ടിട്ട് അങ്ങനെ ലോങ് വീഡിയോ എടുത്തതാണ്. അപ്പം എല്ലാവരും ഇത് ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. Stay a moment. I will survive.